നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നാം പാതി നോമ്പിലേക്ക് കടന്നിരിക്കുകയാണല്ലോ. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വേദഭാഗങ്ങൾ. സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുകയും നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ. ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. താൻ അല്പനായിരിക്കെ മഹാനാകുന്നുവെന്ന് ഒരുത്തൻ നിരൂപിച്ചാൽ തന്നെത്താൻ വഞ്ചിക്കുന്നു. ഓരോരുത്തൻ താന്താന്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ. എന്നാൽ അവൻ തന്റെ പ്രശംസ മറ്റൊരുത്തനെ കാണിക്കാതെ തന്നിൽ തന്നെ അടക്കി വയ്ക്കും. ഓരോരുത്തൻ താന്താന്റെ ചുമട് ചുമക്കുമല്ലോ. ഈ ഭാഗത്ത് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുമ്പോൾ ഉണ്ടാവേണ്ട രൂപാന്തരങ്ങളെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. നമുക്ക് ഒരു 3 ചെറു ചിന്തകളിലൂടെ കടന്നുപോകാം. ഒന്നാമതായി, യഥാസ്ഥാനപ്പെടുത്തുന്ന ആത്മീക അനുഭവം. ഒരു വ്യക്തി തെറ്റിൽ അകപ്പെട്ടു പോകാതിരിക്കുകയും തെറ്റിൽ അകപ്പെട്ടു പോയതിനെ തിരികെ കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് പോകുവാൻ എളുപ്പമാണ്. എന്നാൽ തെറ്റിൽ നിന്ന് തിരികെ വരിക എന്നുള്ളത് ശ്രമകരമായ കാര്യമാണ്. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കേണ്ടത് മാതാപിതാക്കളുടെ ചുമതലയാണ്. എന്നാൽ ആ ചുമതലകളെ പൂർണ്ണമായും നിവർത്തിക്കാൻ മാതാപിതാക്കൾക്ക് കഴിയാതെ വരുമ്പോഴാണ് കുടുംബങ്ങൾ ശിഥിലമായി പോകുന്നത്. ഇളകി മറിഞ്ഞു കിടക്കുന്ന ഒന്നിനെ യഥാക്രമം ക്രമീകരിക്കുമ്പോഴാണ് യഥാസ്ഥാനപ്പെടുന്നത്. ഇതാണ് ശരിയായ ക്രിസ്തീയ സാക്ഷ്യം. രണ്ടാമതായി വരുന്നത് തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പി എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ ഭാരങ്ങളെ ചുമക്കാൻ നമുക്ക് ശ്രമകരമായ ഒരു കാര്യമാണ്. നാം തന്നിൽ ഒതുങ്ങിപ്പോകുന്നതുകൊണ്ടാണ് മറ്റുള്ളവരുടെ പ്രയാസങ്ങളെ മനസ്സിലാക്കാൻ നമ്മൾക്ക് കഴിയാതെ പോകുന്നത്. ഒരു വ്യക്തിക്ക് തന്റെ ഭാരങ്ങളെ ചുമക്കാൻ കഴിയാതെ വന്ന് തളർന്നു പോകുമ്പോൾ ഒരു കൈത്താങ്ങൽ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ പൂർണ്ണമായും നിർവഹിക്കുവാൻ നമ്മൾ തയ്യാറാകേണ്ടതാണ്. ഇതാണ് ക്രിസ്തീയ സാക്ഷ്യം എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ സന്തോഷത്തിൽ സന്തോഷിക്കുകയും അവന്റെ കരച്ചിലിൽ കൂടെ കരയുകയും ചെയ്യുക എന്നുള്ളതാണ് തമ്മിൽ ഭാരങ്ങളെ വഹിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മൂന്നാമതായി, നാം നമ്മെ തന്നെ ശോധന ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഹൃദയങ്ങളെ നാം തന്നെ ശോധന ചെയ്യുക. നാം മറ്റുള്ളവരെക്കാളിലും മുകളിലാണ് എന്നുള്ള ഒരു ചിന്ത വരാതെ ഇരിക്കുക. നാം ഇന്നായിരിക്കുന്ന സ്ഥാനത്ത് ഒരായിട്ടുണ്ടെങ്കിൽ അത് ദൈവീക കൃപയാണ് എന്നുള്ള ഉറച്ച വിശ്വാസവും ബോധവും നമുക്കുണ്ടാകേണ്ടതാണ്. നാം ഒരിക്കലും മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്താതിരിക്കുക എന്നുള്ളതും ക്രിസ്തീയ ജീവിതമാണ്. യേശുക്രിസ്തുവിനെ പോലെ മറ്റുള്ളവരുടെ ഭാരങ്ങളെ വഹിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം തലാണ വണക്കാം. നല്ലവനും വിശ്വസനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, യഥാസ്ഥാനപ്പെടേണ്ട ഇടത്ത് യഥാസ്ഥാനപ്പെടുവാനും മറ്റുള്ളവരുടെ ഭാരങ്ങളെ വഹിപ്പാനും ഹൃദയങ്ങളെ ശോധന ചെയ്ത് ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ.